തെന്നാലി രാമൻ വിറ്റ കുതിര. ഒരിക്കൽ രാമന് കുറച്ച് പണത്തിന്റെ ആവശ്യം വന്നു. രാജാവിനോട് ചോദിക്കേണ്ടെന്ന് കരുതി തന്റെ അയൽക്കാരനോട് കടം വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു. കൃഷ്ണ, സുഖം തന്നെയല്ലേ? എനിക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ കടം തരുമോ? ഞാൻ 1 മാസത്തിനകം മടക്കിത്തരാം. അതിനെന്താ, തെന്നാലി രാമന് ഞാൻ കടം തരാതിരിക്കുമോ? 100 സ്വർണ്ണ നാണയങ്ങൾ തരാം. 50 സ്വർണ്ണ നാണയങ്ങൾ പലിശ. 1 മാസത്തിനകം മടക്കി തന്നില്ലെങ്കിൽ നിന്റെ കുതിരയെ വിറ്റ് കിട്ടുന്ന പണം മുഴുവനും നീ എനിക്ക് തരേണ്ടി വരും. എന്താ? രാമന്റെ കുതിരയെ വിറ്റാൽ 300 സ്വർണ്ണ നാണയങ്ങൾ കിട്ടുമെന്ന് കൃഷ്ണൻ വിചാരിച്ചിരുന്നു. ശരി കൃഷ്ണ, നീ പറഞ്ഞതിന് ഞാൻ സമ്മതിക്കുന്നു. ഉടമ്പടി പ്രകാരം രാമന് പണം മടക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് രണ്ടുപേരും കുതിരയെ വിൽക്കാൻ ചന്തയിലേക്ക് പോയി. അവിടെ സുഹൃത്തുക്കളെ, എന്റെ പൂച്ചയെ 300 സ്വർണ്ണ നാണയങ്ങൾ തന്ന് വാങ്ങിയാൽ എന്റെ കുതിരയെ 1 സ്വർണ്ണ നാണയത്തിന് ഞാൻ തരാം. ആർക്കാ വേണ്ടത്? ഇതൊരു വിചിത്രമായ കച്ചവടമായിരുന്നെങ്കിലും ഒരാൾ പൂച്ചയെയും കുതിരയെയും വാങ്ങിച്ചുകൊണ്ടുപോയി. ഇതാ കൃഷ്ണ, നിനക്ക് തരാനുള്ള 1 സ്വർണ്ണ നാണയം. എന്താ നിന്റെ വിചാരം? നിനക്ക് ഞാൻ 100 സ്വർണ്ണ നാണയങ്ങൾ തന്നു. 50 സ്വർണ്ണ നാണയങ്ങൾ പലിശ. അത് തരാതെ 1 സ്വർണ്ണ നാണയം തരുന്നു? അതെ, നീ എന്താണ് പറഞ്ഞത്? കുതിരയെ വിറ്റ് കിട്ടുന്ന പണം മുഴുവനും വേണമെന്നല്ലേ? നീ തന്നെ കണ്ടതല്ലേ, കുതിരയെ ഞാൻ 1 സ്വർണ്ണ നാണയത്തിനല്ലേ വിറ്റത്? അതാണ് ഞാൻ നിനക്ക് തന്നത്. താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് കൃഷ്ണന് മനസ്സിലായി. രാമ, എന്റെ 100 സ്വർണ്ണ നാണയങ്ങൾ മാത്രമെങ്കിലും താ. അതൊന്നും പറ്റില്ല. നീ നിന്റെ വാക്ക് പാലിക്കണം, അല്ലെങ്കിൽ ഞാൻ മഹാരാജാവിനോട് പറയും. രാമൻ പറയുന്നതേ മഹാരാജാവ് വിശ്വസിക്കൂ എന്ന് കൃഷ്ണൻ അറിയാം. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ആ 1 സ്വർണ്ണ നാണയം മാത്രം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി.